ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ദൈവികമായ ചൈതന്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഉയർന്ന തലമാണ് എന്ത്, ആ 1% ആളുകൾ ചെന്ന് നിൽക്കുന്ന യൂണിഫൈഡ് ഫീൽഡ് അല്ലെങ്കിൽ അവതാർ. അവരെ സംബന്ധിച്ച് അവരവർ അവതാറിനെ കണ്ടെത്തി കഴിഞ്ഞു. ഓരോ മനുഷ്യനിലും അവരവർ അവതാറിനെ കണ്ടെത്തി കഴിഞ്ഞു. ആരാണ് ഈ അവതാർ? ഞാനും ദൈവവും ചേരുന്ന ആ ഒരു അൾട്ടിമേറ്റ് നിമിഷമുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതും ദൈവം എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതുമായ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കമ്പാഷൻസ് നിറഞ്ഞ, എമ്പതി നിറഞ്ഞ, ലവ് നിറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് അവതാർ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? അവർ യൂണിറ്റി എന്ന് പറയുന്ന ആ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കാണുന്ന, ഡിഫറൻസ് അല്ല, ആ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കാണുന്ന ഈഗോ ലെവലേശമില്ലാത്ത, അവരിൽ ഈഗോ ഇല്ല. ഒരു തരത്തിലുള്ള ഈഗോയോ ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളോ ഒരു തരത്തിലുള്ള മത്സര ബുദ്ധിയോ ഒന്നുമില്ല. എപ്പോഴും സ്നേഹം, എപ്പോഴും എമ്പതി, എപ്പോഴും ട്രസ്റ്റ്, വിശ്വസ്തത, കമ്പാഷൻ, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് എന്താണ് അവതാർ ഹ്യൂമൻ. ഈ പറയുന്ന അവതാർ ഹ്യൂമന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവരിൽ നിന്ന് എപ്പോഴും പുറപ്പെടുവിക്കുന്ന, റേഡിയേറ്റ് ചെയ്യുന്നത് സ്നേഹമാണ്, ലവ് ആണ്, വിസ്ഡമാണ്, ജ്ഞാനമാണ്, പീസാണ്, സമാധാനമാണ്, കോൺഫിഡൻസ് ആണ്, എന്താണ് ആത്മവിശ്വാസത്തിന്റെ നിറകുടങ്ങളാണ് അവർ. ഇന്നോവേറ്റേഴ്സ് ആണ്. അവർക്കെപ്പോഴും പുതുമയാണ് ആഗ്രഹിക്കുന്നത്. മറ്റെന്ത് പ്രത്യേകതയാണ്? അവർക്കെപ്പോഴും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്.